കൊല്ലം അഴീക്കലിൽ വള്ളം മറിഞ്ഞ് 3 പേർ മരിച്ചു. 2 പേരെ കാണാതായി. ആലപ്പുഴ വലിയഴീക്കലിൽ നിന്നുള്ള ഓംകാരം എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ഗോപു നീണ്ടകര ചേരുന്നു. ഗോപു, എന്ത് വിവരങ്ങളാണ് നമുക്ക് കൂടുതൽ ലഭ്യമായിട്ടുള്ളത്? സനീഷ്, രാവിലെ 10 മണിയോടെയായിരുന്നു അഴീക്കൽ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് ഈ വലിയഴീക്കലിൽ നിന്നുള്ള ഓംകാരം എന്ന വള്ളം മറിയുന്നത്. ഇതിനകത്ത് 16 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 പേരെ കാണാതായി. 3 പേരുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി എത്തിച്ചു. 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇത് അഴിമുഖത്തിന്റെ പടിഞ്ഞാറ് തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞതെന്നാണ് അറിയുന്നത്. ഇപ്പോ ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. ശരി, നന്ദി ഗോപു വിവരങ്ങൾക്ക്. 2 പേരെ കാണാതായി എന്നാണ് പറയുന്നത്. 3 പേർ മരിച്ചു. അവരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഓംകാരം എന്ന വള്ളം, വലിയഴീക്കൽ എന്നുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഗോപു, എത്ര പേരുണ്ടായിരുന്നു അതിനകത്ത്? എല്ലാവരും ഈ പറയുന്ന 16 പേരുണ്ടായിരുന്നു വള്ളത്തിനകത്ത്. ബാക്കിയുള്ള ആളുകളെയെല്ലാം രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുകയാണോ ഇപ്പോൾ? എന്താണ്, ആരൊക്കെയാണ് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗോപു, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? അതെ, തീർച്ചയായിട്ടും. കരുനാഗപ്പള്ളി കായംകുളം നിന്നുള്ള ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുന്നു. കൂടാതെ മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനമായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരും കൂടെയുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. സനീഷ്, തെരച്ചിൽ തുടരുകയാണ്. അവിടെ വലിയ ആഘാതമായിട്ടുണ്ട് തീരപ്രദേശത്തെ ആളുകൾക്ക്. 16 പേരുണ്ടായിരുന്നു വള്ളത്തിലാകെ. 3 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 2 പേർക്കായിട്ടുള്ള 2 പേരെ കാണാതായിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്കുള്ള തെരച്ചിലൊക്കെ തുടരുകയാണ്. ഗോപു, എപ്പോഴാണ് അതിൻ്റെ വിവരങ്ങൾ ഒന്നുകൂടെ നൽകാമോ? രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. അഴീക്കലിൽ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. ഇത് രാവിലെ അഴീക്കലിൽ നിന്ന് പോയ മത്സ്യബന്ധന വള്ളമായിരുന്നു. ഈ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് അടിയിൽപ്പെട്ട 5 പേരാണ് കാണാതെ. 3 പേരുടെ മൃതദേഹം കിട്ടിക്കഴിഞ്ഞു. അവരെ മൃതദേഹങ്ങൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. 2 പേർക്കാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. ഗോപു, മറ്റുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അടുത്തുള്ള വള്ളങ്ങളിലും മറ്റും കയറി ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു ഹാർബറിലെത്തി. അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി ഉള്ളവർക്കാണ് തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതുണ്ടായത് എന്ന് ഇത് സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്ന് വെച്ചാൽ വള്ളത്തിൽ ഇത്രയും പേര്, എന്തുകൊണ്ടാണ് അപകട കാരണമെന്ന് അവർ പറയുന്നു? അപകട കാരണം സ്വാഭാവികമായും തിരയിൽപ്പെട്ടത് തന്നെയാണ് അപകട കാരണം. അധികം ആളുകളൊന്നും വള്ളത്തിൽ ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ പോകുന്ന ആൾക്കാർ മാത്രമാണ് വള്ളത്തിൽ ഉള്ളത്. പക്ഷേ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. സാധാരണഗതി വള്ളം മറിയാറുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സംഭവിച്ചത് മറിഞ്ഞ വള്ളത്തിന് അടിയിൽപ്പെട്ട് തലയടിച്ചും മറ്റും അപകടത്തിൽപ്പെട്ടവരാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ അവർ നൽകുന്ന വിവരം. ശരി, നന്ദി ഗോപു. ആ വിവരങ്ങൾക്ക്. നമുക്ക് ആ തീരത്ത് നിന്നുള്ള ആളുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നമുക്കറിയാം വലിയ ആഘാതമായിട്ടുണ്ട് തീരത്താകെ ഈ ഒരു അപകടമുണ്ടായത്. 16 പേരുണ്ടായിരുന്നു ആ വള്ളത്തിനകത്ത്. 16 പേർക്കൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന വള്ളം തന്നെയാണ് ഓങ്കാരം എന്ന പേരിലുള്ള ആ വള്ളം. അതിനകത്ത് പക്ഷേ ഈ ശക്തമായിട്ടുള്ള തിരയിലും കാറ്റിലും പെട്ട് വള്ളം മറിയുകയായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടു വന്ന ആളുകൾ പറഞ്ഞത്. അതിനകത്ത് 3 പേർ ഈ വള്ളത്തിനടിയിലേക്ക് വീണ് വള്ളം അങ്ങനെ മരിച്ചു പോവുകയായിരുന്നു. 2 പേരെ കാണാതായിട്ടുമുണ്ട്. ബാക്കിയുള്ള ആളുകളെ സമീപത്തുള്ള മറ്റു വള്ളങ്ങളെല്ലാം ചേർന്ന് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും 3 പേരുടെ മരണം എന്ന ദുഃഖകരമായ വാർത്തയാണ് കൊല്ലം അഴീക്കലിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത്. ബി വിനോദ് കൂടെ നമ്മോടൊപ്പം ഉണ്ട്. വിനോദ്, കൂടുതൽ വിവരങ്ങളുണ്ടോ കൈവശം? എന്താണ് അത്? സതീഷ്, ഇത് തിരയിൽപ്പെട്ട് മറിഞ്ഞു എന്ന നിലയ്ക്കാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. 3 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓംകാരം എന്ന ബോട്ടാണ് ഇത്. ആലപ്പുഴ നിന്നുള്ള ബോട്ടാണ്. കൊല്ലം അതിർത്തി ഭാഗത്താണ് ഇത്തരത്തിൽ പൊഴിക്ക് അരികിൽ അപകടത്തിൽപ്പെട്ടത്. 12 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 2 പേരെ കണ്ടെത്താനായിട്ടില്ല. 3 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. നേരത്തെയും അപകടം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. എങ്കിൽ തന്നെയും അതിൽ കാര്യമായ നടപടികൾ ഉണ്ടായില്ല എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നതാണ്. അവിടെ കൂടുതൽ തിരയടി ഉണ്ടാകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമായി ഒരുക്കണമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ദുഃഖകരമായ സംഭവം തന്നെയാണ് 3 പേരുടെ മരണം എന്ന വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു.
ബാക്കിയുള്ളവർ എല്ലാം തന്നെ സുരക്ഷിതരാണ്. മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതായിരുന്നാലും കരയ്ക്കെത്തിയവരൊക്കെ തന്നെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി, നന്ദി വിനോദ് ആ വിവരങ്ങൾക്ക്. വലിയ സങ്കടകരമായ അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കടപ്പുറത്ത് ആ ഭാഗത്ത് നിറയെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. 3 പേർ മരിച്ചു. അവരുടെ മൃതശരീരം, ഭൗതിക ശരീരം കടലിന് പുറത്തെ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വള്ളത്തിൽ 16 പേരുണ്ടായിരുന്നു. 16 പേരും പതിവായിട്ട് ജോലിക്ക് പോകുന്ന വള്ളം തന്നെയാണത്. അതാണ് മറിഞ്ഞത്. 3 പേർ മരിച്ചു. മറ്റുള്ളവരെ 2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും തുടരുന്നത്. മറ്റുള്ളവരെ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് വള്ളം മറിയുകയായിരുന്നു എന്നാണ് കരയിലേക്ക് എത്തിയ ആളുകൾ നൽകിയിരിക്കുന്ന വിവരം. നമുക്ക് ആ ദൃശ്യങ്ങളത് കാണാം. അവിടെ തീരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന് വിനോദ് ആരൊക്കെയാണുള്ളത്? കൂടുതൽ പേരൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ ചേർന്ന് തന്നെയാണോ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആ 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നത്? വിനോദ്. സുരേഷ്, ഇപ്പോൾ തീർച്ചയായും പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരെ സുരക്ഷിതരായി കരയ്ക്കെത്തിക്കാൻ സാധിച്ചു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 3 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഇവർ 16 പേരാണ് ഒരു വള്ളത്തിലുണ്ടായിരുന്നത്. ഓംകാരം എന്ന പേരിലെ വള്ളമാണ്. ശക്തമായ കാറ്റിലും തിരയിലും പെട്ടാണ് ഈ അപകടം സംഭവിച്ചത്. നേരത്തെയും അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പൊഴി മുറിയുന്ന പ്രദേശമാണ്. അവിടെ ശക്തമായ തിരയടി ഉണ്ടാകും. സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യം അവിടെ പാറക്കല്ലുകൾ ഉൾപ്പെടെ അടുക്കി പുലിമുട്ട് എന്ന നിലയ്ക്ക്, കടൽസ്ഥിതി എന്ന നിലയ്ക്ക് അവിടെ നേരത്തെ തന്നെ ചില പ്രവൃത്തികൾ നടത്തിയിരുന്നെങ്കിൽ കൂടിയും ശക്തമായ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് ഒരുക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന സംഭവമാണ്. ഇവിടെ നേരത്തെയും ഇത്തരത്തിൽ ബോട്ടുകളും വള്ളങ്ങളും അപകടത്തിൽപ്പെട്ടിരുന്നു, മരണങ്ങളും സംഭവിച്ചിരുന്നു. ഇപ്പോൾ ആ തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഒരുപക്ഷെ നമുക്കിപ്പോൾ വലിയ കാറ്റോ മഴയോ ഉള്ള കടൽ ക്ഷോഭിക്കുന്ന ഒരു സമയമല്ലെങ്കിൽ കൂടിയും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷോഭം, കടൽക്ഷോഭം അല്ലെങ്കിൽ ശക്തമായ തിരയടി, അതാണ് വിനോദ്. അവിടെ ഇപ്പോൾ പുറത്താണെങ്കിലും വലിയ കാറ്റും മഴയും ഒന്നും ഉള്ള സമയമല്ലല്ലോ. പക്ഷേ ആ പ്രദേശത്ത് ഒരുപക്ഷെ ഈ പറയുന്ന പ്രത്യേകതകൾ കൊണ്ട് ഈ തിരക്ക് ശക്തി കൂടുതലുണ്ടാകും അല്ലേ? അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പൊഴി മുറിയുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ തരത്തിലുള്ള ശക്തമായ തിരമാലകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പല കാലങ്ങളായി സർക്കാരിനോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ വിവിധ സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ് അവിടെ ശക്തമായ ഈ തിര നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്നത്. പക്ഷെ അതിൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന പരാതി. ഇത് അഴീക്കൽ തുറമുഖത്തിന് ചേർന്നാണ് ഈ അപകടം സംഭവിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഈ സംഭവം. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളതാണ് മത്സ്യബന്ധന ബോട്ട്. ഓംകാരം എന്ന പേരിലെ ബോട്ടിൽ 16 മത്സ്യബന്ധന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരാണ് മരിച്ചത്. സനീഷ്, 3 പേർ മരിച്ചു എന്നതാണ് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള വാർത്ത നമ്മുടെ മുന്നിലുള്ളത്. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ആ 2 പേരെ കൂടെ കരയിലേക്ക് എത്തിക്കാനുണ്ട്. തെരച്ചിലും അതിനുള്ള ശ്രമകരമായ അധ്വാനവും തുടരുകയാണ്. അവിടെ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ. നേരത്തെ 16 പേരാണ് ആ വള്ളത്തിനകത്തുണ്ടായിരുന്നത്. വലിയ ദൂരത്തിലല്ലാതെ തുറമുഖത്തിനടുത്ത് വെച്ച് തന്നെയാണ് ഈ ഓംകാരം എന്ന വള്ളം മറിഞ്ഞത് എന്നതാണ് വിനോദും ഗോപു നീണ്ടുകരയും നൽകുന്ന വിവരങ്ങളിലുള്ളത്. അവിടെ ഈ ശക്തമായ തിരയിൽപ്പെട്ട് ഇത് മറിയുകയായിരുന്നു എന്നാണ് കരയിലേക്ക് രക്ഷപ്പെട്ടെത്തിയ തൊഴിലാളികൾ വന്ന് പറഞ്ഞത്. പെട്ടെന്ന് താഴെ ഈ വള്ളത്തിന് അടിയിലേക്ക് മുങ്ങിപ്പോയ ആളുകളായിരിക്കണം. വള്ളത്തിൻ്റെ അങ്ങനെ ആണ് മരിക്കാവുന്ന സാഹചര്യമുണ്ടായത്. മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായി 2 പേരെ കാണാതായിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. നേരത്തെ തന്നെയും ഇവിടെ ഈ അധികൃതർ ചിലതൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള അപകട സാധ്യത ഒഴിവാക്കാനാകും എന്നൊരു അഭിപ്രായം മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വിനോദ് നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് അങ്ങനെ ചെയ്താൽ അപകടാവസ്ഥ ഒഴിവാക്കാനാകുമെന്ന്. നേരത്തെയും ഈ പ്രദേശത്ത്, ഈ കടലിൻ്റെ ഈ പ്രത്യേക ഭാഗത്ത് ഇത്തരം അപകടങ്ങൾ, വള്ളം മറിയുന്നതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാറുണ്ട്. മരണവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്പം മുമ്പ് വിനോദ് നൽകിയ വിവരങ്ങളിലുള്ളത്. അപ്പോൾ അവിടെ ഈ പൊഴി മുറിയുന്നൊരു പ്രത്യേക സ്ഥലമായതിനാൽ അവിടെ വെച്ച് വള്ളങ്ങൾ അപകടത്തിൽപ്പെടുക, ശക്തമായ തിരയുണ്ടാവുക എന്നത് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതാണ് എന്നാണ് വിനോദും ഗോപു നീണ്ടുകരയും നൽകുന്ന വിവരങ്ങളിലുള്ളത്. ഗോപു,
ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഗോപു, ആരൊക്കെ ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്? നമ്മുടെ സേനാ സംവിധാനങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സൊക്കെ അങ്ങോട്ടേക്ക് എത്തിയോ? പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇതുവരെയും അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കരയിൽ നിന്നും വലിയ ദൂരമല്ല, 1 കിലോമീറ്റർ അകലം മാത്രമാണ് ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഈ പൊഴിമുഖത്തിന് സമീപം ഇപ്പോൾ ഈ പാറ അടിക്കുമ്പോൾ ഉണ്ടായ ഒരു കടൽക്ഷോഭം അവിടെ സാധാരണ ഉണ്ടാവാറുണ്ട്. അത് കാരണമായിരിക്കും ഇങ്ങനെ ഒരു തിരമാല ശക്തമായി ഉണ്ടായെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഗോപു, ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന മറ്റു വിവരങ്ങളിൽ ഈ കരയിൽ നിന്ന് 1 കിലോമീറ്ററിനകത്ത് മാത്രമാണ് ഇങ്ങനെയൊരു വള്ളം മറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നല്ലേ ഉണ്ടായിരുന്നല്ലോ ഒരു അർത്ഥത്തിൽ. അങ്ങനെ വള്ളം മറിയുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം ഈ മരണം ഉണ്ടായിട്ടുള്ളത്? അത് സംബന്ധിച്ച് അവരെന്താ പറയുന്നത്? സാധാരണഗതിയിൽ ഇങ്ങനെ വള്ളം മറിയാറുണ്ടെങ്കിൽ പോലും അപകടങ്ങൾ ഉണ്ടാവാറില്ല. അവർ നീതിരക്ഷകരാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് മറിഞ്ഞ വള്ളത്തിന് അടിയിൽപ്പെട്ട് തലയടിച്ചും മറ്റും അപകടത്തിൽപ്പെട്ടവരാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന വിവരം. അപ്പോൾ അങ്ങനെ സംഭവിച്ച് പ്രധാനമായി ഈ പ്രദേശത്ത് അടിയൊഴുക്ക് കൂടുതലാണ്. അങ്ങനെ പെട്ടുപോയാൽ പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസമാണ്. അടിയൊഴുക്ക് പൊഴിമുഖത്തിന് സമീപത്തായിട്ട് തന്നെ അടിയൊഴുക്ക് വളരെ കൂടുതലായ പ്രദേശമാണ്. അപ്പോൾ കൂടുതൽ ദൂരത്തേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ കൂടി തിരച്ചിൽ വ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ കണ്ടെത്തുന്ന പ്രദേശത്തിലാണ് നാട്ടുകാർ. അതാണ് ആ 2 പേരെ കൂടി വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകും, അവരെ കരയിലേക്ക് ജീവനോടെ എത്തിക്കാനാകുമെന്ന നല്ല പ്രതീക്ഷയാണ് പൊതുവിലുള്ളത് അവർക്കെല്ലാം. അങ്ങനെ വളരെ സജീവമായിട്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അവിടെ ഈ പൊഴിമുഖത്തായതുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള തിരമാലകളാണ് ഉണ്ടാവുക. കൂടുതൽ ശക്തിയേറിയ തിരയായിരിക്കും എന്ന് മാത്രമല്ല അടിയൊഴുക്ക് വളരെ കൂടുതലായിരിക്കും എന്നതൊക്കെയാണ് അവിടെ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന വിവരങ്ങളിലുള്ളത്. അവരോട് സംസാരിച്ച ഗോപു നീണ്ടകര ഇപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളാണല്ലോ നൽകിയത്. അപ്പോൾ അവിടെ വെച്ച് വള്ളം സാധാരണഗതിയിൽ ഈ തിരയുടെ പ്രത്യേകത കൊണ്ട് ചിലപ്പോഴൊക്കെ മറിയാറുണ്ട് ആ പ്രത്യേക പ്രദേശത്ത് നിന്ന്. പക്ഷേ അങ്ങനെ മരണം പോലുള്ള അപകടങ്ങൾ അങ്ങനെ സാധാരണമല്ല. കാരണം പെട്ടെന്ന് ഈ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കരയിൽ നിന്ന് എന്നതുകൊണ്ട് നീന്തി കരയിലേക്ക് വരാനും മറ്റ് വള്ളങ്ങളിലൊക്കെ കയറി രക്ഷപ്പെടാനും ഒക്കെ വളരെയേറെ സാധ്യതയുള്ള ഇടമാണ്. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ മറിഞ്ഞ തോണിയുടെ അടിയിലേക്കോ മറ്റോ പെട്ടുപോയിട്ട് അതിൻ്റെ ഭാരം കൊണ്ടൊക്കെ ഉള്ള മരണമാണ്. തലയ്ക്ക് മറ്റോ പരിക്കേറ്റോ മറ്റോ ആയിരിക്കണം. അതൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. അതിപ്പോൾ നമ്മളീ പറയുന്നത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന മത്സ്യത്തൊഴിലാളികൾ ഇതിനകം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാണ്. അങ്ങനെ ആയിരിക്കണം അവർ മരിച്ചിട്ടുണ്ടാവുക എന്നാണ് അവിടെ നിന്ന് ഗോപു നൽകുന്ന വിവരങ്ങളുള്ളത്. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങേയറ്റം ദുഃഖകരമായ വിവരമാണ്, വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അവരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തി എത്തിക്കാനാകുമെന്ന നല്ല പ്രതീക്ഷയാണ് നാട്ടുകാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. അവിടെ ഇപ്പോൾ പോലീസും മറ്റ് സംവിധാനങ്ങളും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനായുള്ള തെരച്ചിൽ അതിശക്തമായിട്ട് തന്നെ തുടരുകയാണ്. 16 പേരുണ്ടായിരുന്നു വള്ളത്തിൽ. ഈ 5 പേരൊഴികെ ഉള്ള ആളുകളെല്ലാം കരയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടെ നമ്മോടൊപ്പം ഇതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് ചേരും. ശരണ്യ, എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ? പുലർച്ചെ 2 മണിയോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽ പറ്റിയിട്ടുള്ളത്. ആലപ്പുഴ വലിയഴിക്കൽ നിന്നാണ് ഇവർ പോയിട്ടുള്ളത്. തറയിൽക്കടവ് എന്ന പ്രദേശത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിനായി പോയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 14 അംഗ സംഘമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ വള്ളം തകരുകയും ഇവർ വെള്ളത്തിൽ പോവുകയുമായിരുന്നു. ഇതിൽ 4 പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതൊരു കൃത്യമായൊരു സ്ഥിരീകരണം ഇതിനകത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും 4 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ 3 പേരുടെ മൃതദേഹം ഓച്ചിറ പരബ്രഹ്മം ആശുപത്രിയിലും ഒരാൾ കായംകുളം താലൂക്ക് ആശുപത്രിയിലും ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി വലിയഴിക്കൽ തറയിൽ കടവിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ വള്ളമാണ് കൊല്ലം കുരിശ്ശേരിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയും ഇപ്പോൾ 4 പേർ മരിച്ചു എന്നുള്ള പ്രാഥമികമായ വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. സനീഷ്, ശരണ്യ സ്നേഹത്തിനാണ് ആ വിവരങ്ങൾ നൽകുന്നത്. ശരണ്യക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന ആലപ്പുഴയിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിൽ 4 മരണം ഉണ്ടായിട്ടുണ്ട്. 4 പേർ മരിച്ചു, 2 പേരെ കാണാതായി. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്ന വിവരമാണ് അവിടെ ശരണ്യക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 3 പേരുടെ മരണമാണ് ഇവിടെ സ്ഥിരീകരിച്ചതെന്ന് അല്പം മുമ്പ്. പക്ഷേ ഇപ്പോൾ 4 മരണം തന്നെ എന്ന് ഔദ്യോഗികമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ ബൈജു ഉണ്ട്. അദ്ദേഹം ആ വള്ളത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്നാണ് അറിയുന്നത്. ബൈജു, എന്താണ് ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് വള്ളം മറിയുന്നത്? വള്ളം വലിയ കടലിന് വട്ടം പോയി മറിയായിരുന്നു. അതിന്റെ കൂടെയുള്ള കാരിയറും മറിഞ്ഞു പോയി. ബൈജു, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? എത്ര പേരെ ഇപ്പോൾ കരയിലേക്ക്?
16 ആളുണ്ടായിരുന്നു. ഇവിടെ കായംകുളം ആശുപത്രി 6 ആളെ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി എത്രയാണെന്ന് അറിഞ്ഞിട്ടില്ല. ബാക്കി 10 പേര്. 16 ആളുകൾ. 16 ആളുകളിൽ 6 കായംകുളം ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്. കായംകുളം ഹോസ്പിറ്റൽ. കായംകുളം ആശുപത്രിയിൽ 6 പേരുണ്ടല്ലേ? 16 ആളുകൾ ആകെ ഉണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴാ പുറപ്പെട്ടത്? സാധാരണ അവിടെ അങ്ങനെ സംഭവിക്കാറുള്ളതാണോ? സാധാരണ ഇത്രയും അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നോ? നീന്തി രക്ഷപ്പെടുന്നത്. നീന്തി വള്ളക്കാരെ വേറെ വള്ളത്തെ കയറ്റിക്കൊണ്ടുവരും. വേറെ വള്ളങ്ങൾ അടുത്തുണ്ടായിരുന്നു അല്ലേ? ആ ശരി, നന്ദി ബൈജു ആ വള്ളത്തിലുണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തോട് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലൊക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹം. അതുകൊണ്ടാണ് ഈ മറ്റുള്ള ആളുകളുടെ കാര്യം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ടുകൂടിയാണ് അത് ചോദ്യങ്ങളായിട്ട് അങ്ങോട്ട് പോകാഞ്ഞത്. ഇപ്പോൾ യു ഉല്ലാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഉല്ലാസ്, അവിടെ എന്ത് വിവരമാണ് ലഭിച്ചിരിക്കുന്നത്? 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണോ? അതെ, 4 പേര് മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ വിവിധ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് അറിയാവുന്ന ആളുകളൊക്കെ ആണോ ഈ തൊഴിലാളികൾ? അങ്ങനെ ആരാണെന്താണെന്നൊക്കെ സംബന്ധിച്ചുള്ള ധാരണ? ആറാട്ടുപുഴ പഞ്ചായത്തില് വലിയഴിക്കൽ ഭാഗത്തുള്ളതാണ് വള്ളം. പതിവായിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ തന്നെ ആയിരിക്കും അല്ലേ? സ്ഥിരം? അതെ, നിത്യം മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഞാനിവിടെ ഹോസ്പിറ്റലുകളിൽ നിൽക്കുകയാണ്. ഈ 4 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ടതാണല്ലോ അല്ലേ? അതെ. ശരി. നന്ദി ഉല്ലാസ വിവരങ്ങൾക്ക്. 2 പേരുടെ കൂടെ കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ആ പ്രദേശത്താകെ തന്നെയും ആലപ്പുഴ, കൊല്ലം ആ ഭാഗങ്ങളിൽ വലിയ ആഘാതമായിട്ടുണ്ടിത്. ഒന്ന് പ്രത്യേകിച്ച് ഈ ഉൾക്കടലിലല്ല, തീരപ്രദേശത്തോട് ചേർന്നല്ല ഇടത്ത് തന്നെയാണ് ഈ അപകടമുണ്ടായത് എന്നത് ആണ് അതിനകത്തെ ഒരു പ്രയാസകരമായിട്ടില്ല, അല്ലെങ്കിൽ തന്നെയും വലിയ ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിൻ്റെ വിഷമം വർദ്ധിപ്പിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തീരത്തിൻ്റെ സമീപ പ്രദേശത്ത് തന്നെയാണ് അപകടമുണ്ടായത് എന്നാണ്. എന്ന് മാത്രമല്ല സ്ഥിരം മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്, എല്ലായ്പ്പോഴും പോകുന്ന നല്ല പരിചയമുള്ള ആളുകളാണ് എന്നാണ് ഇതിനകം മനസ്സിലാക്കുന്നത്. 16 ആളുകൾ ഒന്നിച്ചാണ് ആ വള്ളത്തിലുണ്ടായിരുന്നത്. ആ വള്ളത്തിൽ അത്രയും പേർ സ്ഥിരമായിട്ട് പോയി മത്സ്യബന്ധനം നടത്തുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഗോപു നീണ്ടകരയും വിനോദുമൊക്കെ നൽകുന്ന വിവരങ്ങളനുസരിച്ചാണെങ്കിൽ അവിടെ അങ്ങനെയൊരു ഈ തിരമാലയ്ക്ക് ശക്തി കൂടുതലുള്ള, അടിയൊഴുക്ക് കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ പുഴിമുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സ്ഥലം, പ്രത്യേക സ്ഥലം. സാധാരണഗതിയിൽ അവിടെ നേരത്തെയും ഇങ്ങനെ വള്ളങ്ങൾ മറിയാറുണ്ട് എന്ന് പറയുന്നു. പക്ഷേ മരണത്തിലേക്കൊന്നും അങ്ങനെ പോയതായിട്ട് നേരത്തെ ഗോപു സംസാരിച്ചപ്പോൾ അങ്ങനെ കേട്ടില്ല. പക്ഷേ വള്ളം മറിയുന്ന അപകടങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. അവിടുത്തെ ആ തിരയുടെ ഒരു പ്രത്യേകത കൊണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് ഈ വള്ളം മറിഞ്ഞ് അതിനടിയിൽ പെട്ടുപോയി. ഇതുകൊണ്ടാണ് ഈ 4 പേർക്ക് ജീവൻ നഷ്ടമായത് എന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ മറ്റു വള്ളങ്ങളിൽ കയറിയിട്ട് അവർക്ക് കരയിലേക്ക് എത്താൻ സാധിച്ചു എന്നാണ് നേരത്തെ ആ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യബന്ധന തൊഴിലാളി ബൈജു, രക്ഷപ്പെട്ടയാൾ, പറഞ്ഞത്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ വിവരങ്ങൾ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കൂടുതലായിട്ട് ഇത്ര വലിയ അപകടത്തിലേക്ക് പോയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ അവർ പിന്നീട് നമ്മോട് വിശദമായിട്ട് സംസാരിക്കും. ഇപ്പോൾ വലിയ രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. 2 പേരെ കൂടെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. മരണസംഖ്യ 4ൽ നിന്ന് കൂടരുത് എന്ന വലിയ പ്രാർത്ഥനയുമായിട്ട് ആളുകൾ, മത്സ്യബന്ധന തൊഴിലാളികളും നാട്ടുകാരും പോലീസും മറ്റ് സംവിധാനങ്ങളുമെല്ലാം അവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രമിക്കുകയാണ്. അവിടെ ഈ അടിയൊഴുക്ക് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഈ ആളുകൾ ഒഴുക്കിൽപ്പെട്ട് നീങ്ങിപ്പോയിട്ടുണ്ടാകുമോ എന്ന കണക്കുകൂട്ടൽ കൂടെ നടത്തിയാണ് വലിയ പ്രദേശത്ത് അവർ തെരച്ചിൽ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ഈ 2 പേരെ ജീവനോടെ തന്നെയും രക്ഷപ്പെടുത്തി കരയിലെത്തിക്കാമെന്ന വലിയ പ്രതീക്ഷയാണ് ആളുകൾക്കുള്ളത്. 4 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബി വിനോദ് നമ്മോടൊപ്പം ചേരുന്നു. വിനോദ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്തെങ്കിലും? സനീഷ്, 4 പേർ അപകടത്തിൽ മരിച്ചതായാണ് നമുക്ക് അറിയുന്നത്. വലിയ തിരയടിയിൽ, ശക്തമായ തിരയടിയിലാണ് ബോട്ട് മറിഞ്ഞത്. നേരത്തെയും അപകടം ഉണ്ടാകുന്ന പ്രദേശത്ത് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം നേരത്തെ നിരന്തരം അപകടം നടക്കുന്ന സ്ഥലത്ത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ഓംകാരം എന്ന പേരിലെ ബോട്ടാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. 16 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. രാവിലെയായിരുന്നു അപകടം. വലിയ കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സമയമല്ല. കാറ്റോ മഴയോ
അത്തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥ ആയിരുന്നില്ല. അവിടെ ആ സ്ഥലത്ത് ഉണ്ടാകുന്ന ഒഴുക്കും തിരയും അത് പൊഴി മുറിയുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പലപ്പോഴും ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ വലിയ തിരയടിയും ഉണ്ടാകുന്ന പ്രദേശം. ആ ഒരു സാഹചര്യത്തിൽ അപകടം സംഭവിച്ചു. അങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അത്തരത്തിലും 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. സരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ അടിയൊഴുക്കുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസകരമായ ഒരു പ്രവൃത്തിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം 2 പേരെ കണ്ടെത്തുക എന്ന ഒരു ദുഷ്കരമായ കാര്യം തന്നെയാണ്. അവിടുത്തെ ഒരു പ്രത്യേകതയും അങ്ങനെയാണ്. അടിയൊഴുക്കുള്ള സ്ഥലമാണ്, വലിയ ശക്തമായ തിരയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. സരീഷ്, രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. അവിടെ വള്ളം മറിഞ്ഞ് 4 പേരാണ് മരിച്ചത്. 2 പേർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. മറ്റുള്ളവർ 16 പേരുണ്ടായിരുന്നു ആകെ. ബാക്കിയുള്ള ആളുകളെ കരയിലേക്ക് എത്തിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു. വിവിധ ആശുപത്രികളിലായിട്ട് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് വള്ളത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. ആലപ്പാട്ട് നിന്ന് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ ശ്രീ ബ്രിജിത്ത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ബ്രിജിത്ത്, അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ്? ഈ ആളുകളെയൊക്കെ പരിചയമുള്ള ആളുകളാണോ ഈ മത്സ്യബന്ധന തൊഴിലാളികൾ? ഇത് ആലപ്പുഴ ജില്ലയിലെ തറയക്കടപ്പുറത്തു നിന്നുള്ള ഒരു വള്ളമാണ്, ആറാട്ടുപുഴ പഞ്ചായത്ത്. ആ വള്ളത്തിൽ ഏതാണ്ട് 14 പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു. അവര് ആലപ്പാട് പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് വെച്ചിട്ടാണ് അപകടം സംഭവിച്ചത്. അതിലിപ്പോൾ 4 പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ബോഡി പരമ്പരമയിലുണ്ട്, ഒരെണ്ണം കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, ഒരെണ്ണം കായംകുളത്തുണ്ട്. മറ്റു പലരെയും വള്ളങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ വള്ളത്തിന്റെ ഉടമയൊക്കെ നമുക്കറിയാവുന്ന ആളുകളാണോ? ഉടമയും ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ പരിചയമുള്ള ആളുകളാണ്? അരവിന്ദൻ എന്ന് പറയുന്ന, ഇതിപ്പം ആലപ്പുഴ ജില്ലയാണല്ലോ, നമ്മളിപ്പോ നിൽക്കുന്ന കൊല്ലം ജില്ലയെന്നുള്ള വർത്തമാനം പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ വള്ളമാണ്. അരവിന്ദൻ എന്ന് പറയുന്ന ഒരു ആളിന്റെ ഉടമസ്ഥയിലുള്ള വള്ളമാണിത്. ഓംകാരം എന്നാണ് വള്ളത്തിന്റെ പേര്. ഇവരെ എല്ലാ ദിവസവും പോകുന്ന ആളുകൾ തന്നെയായിരിക്കും അല്ലേ ഈ തൊഴിലാളികൾ? ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാവും ഈ പറയുന്നതിനകത്തെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഏരിയയിലുള്ള തന്നെ ആൾക്കാരാവും, അല്ലാതെ വരാൻ വഴിയില്ലല്ലോ. ശരി. കൂടുതൽ വിവരങ്ങളുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊള്ളാം. ആ വിവരങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ആ വിവരങ്ങളാണുള്ളത്. അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 4 പേരുടെ മൃതശരീരങ്ങൾ, ഭൗതിക ശരീരങ്ങൾ ഇപ്പോൾ ആശുപത്രികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രക്ഷപ്പെടുത്തിയ ആളുകൾ എനിക്ക് തോന്നുന്നു വലിയ ഗുരുതരമായ പരിക്കുകളില്ലാതെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അവരിലൊരാൾ ബൈജു നമ്മളോട് ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ കുറേ പേർ, ഏതാണ്ട് 6 പേർ അദ്ദേഹം ഇരിക്കുന്ന ബൈജു ഉള്ള ആശുപത്രിയിൽ തന്നെ ഉണ്ട്. ആലപ്പുഴ ഭാഗത്തെ തീരപ്രദേശത്ത് നിന്ന് പോകുന്ന തളയം കടപ്പുറത്ത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ച ബ്രിജിത്ത് പറഞ്ഞത്. തളയം കടപ്പുറത്തുള്ള വള്ളമാണെന്നാണ്. അവിടെ അരവിന്ദൻ എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള വള്ളമാണ് ഈ ഓംകാരം എന്ന വള്ളം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. സ്ഥിരമായിട്ട് ഈ വള്ളത്തിനകത്ത് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാം. പതിവ് പോലെ പോയതായിരുന്നു. അപ്പോഴാണ് ഈ കൊല്ലത്തെ അഴീക്കലിൽ തീരത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരെ മാത്രം ഉള്ള ഇടത്ത് വെച്ച് ഈ അപകടം ഉണ്ടായത്. വള്ളം മറിയുകയായിരുന്നു. വള്ളം മറിഞ്ഞ് വള്ളത്തിനടിയിലേക്ക് 4 പേർ പെട്ടുപോയി എന്നാണ്. 4-6 പേർ വള്ളത്തിനടിയിലേക്ക് പെട്ടുപോയി. അതിലാണ് 4 പേർ മരിച്ചത്. അവരുടെ ഭൗതിക ശരീരങ്ങൾ പുറത്തേക്ക് കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആശുപത്രിയിലാണ്. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം വലിയ ഗുരുതരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള വലിയ സങ്കടകരമായ സാഹചര്യം അവിടെയുണ്ട്. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ജീവനോടെ തന്നെ കരയിലേക്ക് എത്തിക്കാനുള്ള വലിയ അധ്വാനം അവർ നടത്തുകയാണ്.